അവിടെ പേരണ്ടൂർ കനാലിന് മുന്നിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി അർജുൻ മട്ടന്നൂർ ചില കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. ആ കാഴ്ചകളിലേക്ക് കൂടി ഞങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. ആമയിഴഞ്ചാൻ തോടും പാർവതി പുത്തനാരും തോറ്റുപോകും പേരണ്ടൂരിൻ്റെ മുന്നിൽ. കാണാം പേരണ്ടൂർ കനാലിന് മുന്നിൽ നിന്ന് അർജുൻ മട്ടന്നൂർ. അർജുൻ, വെരി ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് രക്ഷാപ്രവർത്തനം നടക്കുകയാണ്. മലിനജലവും മാലിന്യവും വലിച്ചെറിഞ്ഞ് ആമയിഴഞ്ചാൻ തോടിനെയും പാർവതി പുത്തനാറിനെയും ഒരു പരുവമാക്കിയിട്ടുണ്ട്. എന്താണ് പേരണ്ടൂർ കനാലിൽ നമ്മൾ കണ്ട കാഴ്ച അർജുൻ മട്ടന്നൂർ? ഡോക്ടർ അരുൺകുമാർ, തിരുവനന്തപുരത്തിന് സമാനമായ സാഹചര്യമാണ് കൊച്ചിയിലുമുള്ളത്. കൊച്ചി നഗരത്തിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട രണ്ട് തോടുകളാണുള്ളത്. ഒന്ന് മുല്ലശ്ശേരി കനാൽ, ഒന്ന് പേരണ്ടൂർ കനാൽ. ഈ രണ്ട് തോടുകളും വർഷങ്ങൾക്ക് മുൻപ് ഏതാണ്ട് 15 മീറ്റർ മുതൽ 45 മീറ്റർ വരെ വീതി ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ കാണുക. വളരെ വീതി കുറഞ്ഞ ഒരു വലിയ ഓട എന്ന് വേണമെങ്കിൽ പറയാം. അതായത് തോടായിരുന്നു, അത് പിന്നീട് കനാലായി. ഇപ്പോൾ അത് വേണമെങ്കിൽ ഒരു വലിയ ഓട എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെയുള്ള മാലിന്യവാഹിനിയാണ് ഇപ്പോൾ ഈ തോടുകൾ രണ്ടും. സാധാരണ കൊച്ചിയിൽ വെള്ളക്കെട്ട് ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ രണ്ട് കനാലുകളും ഇത്തരത്തിൽ മാലിന്യം നിറഞ്ഞ അടയുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് പലപ്പോഴും വെള്ളക്കെട്ട് ഉണ്ടാകുന്നത്. ഈ കാണുന്ന ദൃശ്യങ്ങൾ സൗത്ത് റെയിൽവേ സ്റ്റേഷനും അതോടൊപ്പം തന്നെ KSRTC ബസ് സ്റ്റാൻഡിനും ഇടയിലുള്ള ഭാഗമാണ്. ഇത് റെയിൽവേ ട്രാക്കിൻ്റെ അടിയിലൂടെയാണ് ഈ കനാല് പോകുന്നത്. ഈ റെയിൽവേ ട്രാക്കിനോട് ചേർന്ന ഭാഗത്താണ് ഇത്രയും മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി കിടക്കുന്നത്. ഇവിടെ ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിച്ചാൽ തിരുവനന്തപുരത്ത് സംഭവിച്ചതിന് സമാനമായ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ദുരന്തമായിരിക്കും സംഭവിക്കുക എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇത് കഴിഞ്ഞ ദിവസം 2 ആഴ്ച മുമ്പ് നമ്മൾ തന്നെ വാർത്ത ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ മാലിന്യം ഇവിടെ നിന്ന് ഒരു പരിധിവരെ നീക്കം ചെയ്തിരുന്നു. പക്ഷേ അപ്പോഴും കൂടുതൽ പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും ഈ കനാലുകളൊക്കെ തന്നെ അടയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇത്തരത്തിൽ ഈ ഫ്ലാറ്റുകൾക്ക് സമീപത്തോടുകൂടി നിരവധി സ്ഥാപനങ്ങൾക്ക് അരികിലൂടെ അതോടൊപ്പം തന്നെ റെയിൽവേ ട്രാക്കിൻ്റെ അരികിലൂടെ ഇത്തരത്തിൽ നഗരഹൃദയത്തിലൂടെ കടന്നു പോകുന്ന ഒരു കനാലാണ് ഇത്. നമുക്കൊപ്പം പ്രദേശവാസികൾ തന്നെയുണ്ട്. ചേട്ടാ, ഇതെങ്ങനെയാണ്? ഇതിപ്പം ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട തോടാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് സ്ഥിരമായി ഇങ്ങനെ വേസ്റ്റ് അടിഞ്ഞു കൂടാറുണ്ടോ? വെള്ളം ഇത്തരത്തിൽ ബ്ലോക്ക് ആവാറുണ്ടോ? ഇവിടെ വർഷകാലങ്ങളിൽ ഇത് സ്ഥിരം പതിവാണ്. ഇവിടെ മാലിന്യങ്ങൾ വന്നടിഞ്ഞു കൂടും. അതുപോലെ തന്നെ ഇവിടെ സമീപവാസികളുടെ എല്ലാ വീടുകളിലും വെള്ളം കയറാനുള്ള സാധ്യത വളരെയധികമുണ്ട്. നല്ല ശക്തിയായിട്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ എല്ലാ വീടുകളിലും വെള്ളം കയറും. ആ വീട് അപ്പുറത്തുള്ള വീട്, ആ ഭാഗത്തുള്ള കമ്മിറ്റിപ്പാടം പ്രദേശത്തുള്ള ഒരു മിക്ക വീടുകളിലും വെള്ളം കയറുന്നതാണ്. അത് ഈ അഴുക്ക് വെള്ളമാണ് വന്ന് കയറുന്നത്. കൊച്ചുകുട്ടികളൊക്കെ ഉണ്ടാണെങ്കിൽ എപ്പോഴും അസുഖങ്ങൾ പിടിപെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത്തരത്തിൽ ഈ ആളുകൾ വീണാൽ അപകടത്തിൽപ്പെടാനോ അവരെ കാണാതാകാനുള്ള സാധ്യതയ്ക്ക് ഇവിടെയും ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. വർഷകാലത്ത് വെള്ളം ഇങ്ങനെ നിറഞ്ഞു കഴിയുമ്പോൾ വീണ് കഴിഞ്ഞാൽ ആളെ കാണാതായിരിക്കാനുള്ള സാധ്യത വളരെയധികം ഉണ്ട്. ഇത് പണ്ട് ഇവിടെ കെട്ടുവെള്ളം വന്നിരുന്നത് മുല്ലശ്ശേരി കനാൽ എന്ന് പറയുന്നത് കെട്ടുവെള്ളം വന്നിരുന്നത് തോടായിരുന്നു. കാര്യങ്ങൾ വ്യത്യസ്തമല്ല കൊച്ചിയിലും എന്നുള്ളതാണ്. ആമയിഴഞ്ചാൻ തോട് പോലെ തന്നെയാണ് പേരണ്ടൂർ കനാലിൻ്റെയും അവസ്ഥയെന്ന് പ്രേക്ഷകർ കണ്ടല്ലോ. ഇത്രയും മാലിന്യം അവിടെ കുന്നുകൂടിയിട്ടും ഇത് ശ്രദ്ധിക്കാൻ ജനപ്രതിനിധികളില്ല, തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളില്ല, കോർപ്പറേഷൻ കൗൺസിലില്ല. ഇതാണ് പേരണ്ടൂർ കനാലിൻ്റെ കാഴ്ച. ഇതിൽ നിന്ന് വ്യത്യസ്തമേ അല്ല ആമയിഴഞ്ചാൻ തോടിലെയും കാഴ്ച എന്ന് പറയുന്നത്. ഈ ജലസ്രോതസ്സുകളെ ശുദ്ധീകരിക്കാനുള്ള വകുപ്പ് എവിടെയാണ്? അതിന് ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥർ എവിടെയാണ്? ജനപ്രതിനിധികൾ എവിടെയാണ്? ഒരു ജോയി വെള്ളത്തിൽ പോകുമ്പോൾ മാത്രം തിരയേണ്ടതല്ല മലിനജലത്തെക്കുറിച്ചുള്ള നമ്മളുടെ ആശങ്കകളും നമ്മളുടെ പരാതികളും. തീർച്ചയായിട്ടും ഇതിനൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, കോർപ്പറേഷൻ്റെ പ്രതിനിധികൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് തിരുവനന്തപുരത്തെ മാത്രം കാഴ്ചയല്ല എന്ന് പറയാൻ വേണ്ടിയാണ് കൊച്ചിയിലെ പേരണ്ടൂർ കനാലിലെ കാഴ്ചയും പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിച്ചത്.